ഓ സുഖേട്ടാ, നിങ്ങൾ കൊറേ ബുദ്ധിമുട്ടിയാ പാവം. എല്ലാ സഹായത്തിനും നിങ്ങൾ എന്നെ എത്തണല്ലോ. ഇക്കാലത്ത് നിങ്ങളെ പോലൊരു ഉപകാരിനെ ഏടെയും കാണാനേ കഴിയപ്പ. എത്ര പൈസ? അത് 50 ഉറുപ്പ്യപ്പാ. ഞാൻ കൊണ്ടിരുന്നു സുഖം. 50 ഉറുപ്പ്യക്ക് വേണ്ടിട്ട് പ്രാന്ത് പറഞ്ഞായിരുന്നു. 50 ഉറുപ്പ്യ ആയിരുന്നല്ലോ, പൈസ തന്നെയല്ലേ സുഖം. അതൊന്നും സാരമില്ലാന്ന്. ഒരു ഗ്ലാസ് ചായ വെക്കട്ടെ സുഖം? എന്നാല് ചായ വേണ്ട വേണ്ട, ഞാൻ ഇപ്പൊ അത് കുടിച്ചിട്ടായിരുന്നു വേണ്ടി. ഓ അതെയാ, എന്നാൽ നിന്നെ പോലത്തെ ആൾക്കാർ ഇപ്പൊ എവിടെങ്കിലും കാണാൻ കിട്ടുമോ സുഖം? എത്ര കഷ്ടപ്പെടുന്നപ്പാ നീ. എല്ലാരും സഹായിക്കാനല്ലേ നിനക്ക് പണി. പാവം തന്നെപ്പാ. അതൊന്നും സാരമില്ലപ്പാ, ഒരു സഹായമല്ലേ. ഞാൻ ശാരിയോട് എപ്പോഴും പറയും ആ സുഖം എത്ര ഉപകാരിന്ന്. എന്നാ ഞാൻ പോട്ടെ വേണ്ടി. ആയി സുഖം ആയി. നിന്നെ പോലത്തെ ആൾക്കാർ ഇപ്പൊ എവിടെങ്കിലും കാണാൻ കിട്ടുമോ സുഖം? എത്ര കഷ്ടപ്പെടുന്നപ്പാ നീ. എല്ലാരും സഹായിക്കാനല്ലേ നിനക്ക് പണി. എന്തായി? ചൈന് പൊട്ടിയോന്നൊരു സംശയം. എപ്പോഴും എങ്ങനെ എവിടെങ്കിലും പോവാൻ നിങ്ങളെ വണ്ടി വയ്ക്കാം. ഞാൻ എന്തൊരു കഷ്ടം ഇത്. ആ പൊട്ട സുഖം വരുന്നുണ്ട്. ഓൻ്റെ വണ്ടി കിട്ടുവോക്കാം. ഞാൻ ഓനെ പൊക്കി പറയും, നീ തലയാട്ടിക്കൊള്ളണം. വണ്ടിക്ക് ചെയിൻ എന്തോ ഒരു കംപ്ലൈന്റ്. ഞങ്ങൾ മങ്ങത്തിന് ഓടി നിൽക്കുന്നത്. ചെയിൻ്റെ കംപ്ലൈന്റോ? അതെന്തിപ്പോ? എന്തിനാ വേട്ടാ ചെയിന് പൊട്ടിയതാ? എന്തെന്ന് അറിയില്ല, ചെയിൻ എന്തോ ഒരു കംപ്ലൈന്റ് തോന്നുന്നു. ഞങ്ങൾ മങ്ങത്തിന് ഓടി നിൽക്കുന്നത്. അതെയാ? ഇവനറിയില്ലേ സുഖു? വലിയ ഉപകാരി, നാട്ടുകാർക്ക് ഭയങ്കര കാര്യമാണ്. നിങ്ങൾ അർജന്റ് പോണ്ടത്. പിന്നെന്തിയാക്കത് കല്യാണത്തിന് കൊണ്ടത്. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ വണ്ടി എടുത്തിട്ട് പോയിക്കോ. ഞാനിത് നേരാക്കിയിട്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം. ഇവന്റെ ഒരു കിട്ടോ? സുഖു, നിനക്ക് കൊറേ ബുദ്ധിമുട്ടായോ? ഇല്ലപ്പാ, ഞാൻ ഒറേമ കൊടുത്തിന് മറന്നിട്ട് പോയിട്ടത്. എന്തി ആക്കല് ഇതല്ലേപ്പാ? ഞാൻ ബൈക്കില് പെട്രോൾ ഉണ്ടായിട്ടാ തീർന്നിനി. എന്നിട്ട് പെട്രോൾ അടിച്ചിട്ട് പള്ളിക്കരന്നെ പോയിട്ട് കൊണ്ടുകൊടുത്തു. ഈശ്വരാ, നീ അങ്ങോട്ട് തന്നെ പോയോ? മാങ്ങാട് ബാലചന്ദ്രനമ്മ കൊടുത്തിനെങ്കിൽ മതിയായിരുന്നില്ലേ? അത് സാരമില്ലപ്പാ, നിന്നെ പോലത്തെ ഒരാളെ സഹായത്തിന് കിട്ടിയതുകൊണ്ടായി. എന്നാ ഞാൻ ഫോട്ടോ എടുത്തിട്ട്. അല്ലപ്പാ, ചായ കുടിച്ചിട്ട് വാ സുഖു. ചായ കുടിച്ചിട്ട് വേണ്ട, ചായ വേണ്ട. എന്തേ? വേണ്ട വേണ്ട, കുടിച്ചിട്ട് വാന്ന്. വേണ്ട. നിന്നെ പോലത്തെ ഒരാളെ സഹായത്തിന് കിട്ടിയതുകൊണ്ടായി. എന്നാ ഞാൻ ഫോട്ടോ എടുത്തിട്ട്. അല്ലപ്പാ, ചായ കുടിച്ചിട്ട് വാ സുഖു. അയ്യോ, എന്തിനീ പറയുന്നേ? ആ 3000 തൊട്ടി കൾവേറിന്റെ മുകളിൽ ഹരിയുടെ അച്ഛൻ കൃഷ്ണേട്ടന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, കൃഷ്ണേട്ടൻ എന്ത് കേടിയിരിക്കുന്നേ? മോനെ ഒന്ന് കൾനാട് കൊണ്ടാക്കി തരുമോന്ന്. ഞാൻ ഉപകാരിയല്ലേ, കൃഷ്ണേട്ട ആ ബൈക്കിൽ കയറിയിട്ട് കൾനാട് കൊണ്ടാക്കി. അപ്പോഴേക്കല്ലേ കഥ അറിയുന്നത്, അയാൾക്ക് പ്രാന്തോരും വീട്ടിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടുകാർ കാണാതെ ജീവിച്ചോണ്ട് പോലും. എൻ്റെ ഈ സാധനം അയാളെ കൈമാണ്ടായി. ഇതിനോട് പറ്റ മാറി ഒരു സ്ഥലം ബാക്കിയില്ല. നിനക്കെന്തൊരു ചിരി. ഇതെല്ലാം പോരാഞ്ഞിട്ട് ആ ഹരി വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ ആ സുഖമില്ലാത്ത എൻ്റെ അച്ഛനെ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിലാക്കിയെന്ന് പറഞ്ഞിട്ട് ഓൻ്റെ വക 4 കിലോ. എന്തൊരു കഷ്ടം ഇത്. അപ്പൊ ഇത് നിങ്ങൾ റെക്കോർഡാക്കിയില്ലേ?